നീ കുരുത്തക്കിടന്ന് കാണിക്കല്ലേ? കൈ അനക്കാതെ. എന്തു പറ്റി? കുറച്ച് എമർജൻസിയാ സിസ്റ്റർ. കൈ മുറിഞ്ഞ് കുറെ ബ്ലഡ് പോകുന്നുണ്ട്. സോറി സർ, ഡോക്ടർ ഇല്ല. ഡോക്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇവിടെ പണി? നിന്നെ പോലെയുള്ളവര് വന്നാ പറയാനോ? ആ ജോലിക്ക് നിങ്ങൾ എന്തിനാ ഡോർ ലോക്ക് ചെയ്തിട്ട് പോയാ പോരെ? കയ്യേ മുറിഞ്ഞുള്ളൂ, നാക്കും കൂടി മുറിഞ്ഞാ നന്നായിരുന്നു. ഏയ് പ്ലീസ് സർ, പറയുന്നൊന്ന് മനസ്സിലാക്കൂ സർ. റാണി സുലോചനാ ദേവി. ഇയാളെന്തിനാ പെണ്ണുങ്ങളെ കാണുമ്പോ ഇലക്ട്രിക് പോസ്റ്റ് പോലെ നിൽക്കുന്നേ? ഗുരുജി സാർ, ഒരു ചാൻസ് കൂടി. സാർ, അത് പിന്നെ പവിത്രമായ വൈദ്യവൃത്തി ചെയ്യുന്ന നിങ്ങൾക്ക് നുണ പറയാൻ നാണമില്ലേ? ഡോക്ടറെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. നീ വാടാ. സാർ സാർ സാർ, മാഡം കുറച്ച് ഡിസ്റ്റർബിലുള്ളൂ സാർ. നിന്റെ ഹോസ്പിറ്റലിൽ ഞാൻ പൂട്ടിക്കോടി. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് സാർ. എന്തു പറ്റി ലക്ഷ്മി? അതൊന്നുമില്ല മാഡം, ചെറിയൊരു മുറിവാ. ടയർ മാറ്റുമ്പോ ജാക്കി കൊണ്ട് കൈ മുറിഞ്ഞതാ. അയ്യടാ, അങ്ങനെയൊന്നുമില്ല. ചെറിയ അടിപിടിയിൽ മുറിഞ്ഞതാ, ജസ്റ്റ് മിസ്. നിങ്ങളല്ലേ ഗുരുജി പറഞ്ഞത് ടീച്ചർമാരോടും വൈദ്യരോടും കളവ് പറയരുതെന്ന്? അതുകൊണ്ടാ പറഞ്ഞത്. സ്റ്റിച്ച് ഇടണം, റെഡിയാക്കിക്കോ. ഓക്കെ മാഡം. എന്റെ ഗുരുജിക്ക് മെഡിക്കൽ കൗൺസിലിൽ നിറയെ സുഹൃത്തുക്കളുണ്ട് മാഡം. ഷുവർ അല്ല, 100% ഷുവർ. എടാ, എന്നെ നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൊടുക്കല്ലേ. നിങ്ങളുടെ നോട്ടത്തിന്റെ കള്ളത്തരം എനിക്കറിയാം ഗുരുജി. പ്ലീസ് സർ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. എത്ര പൈസ ചോദിച്ചാലും ഞാൻ തരാം സർ. ഈ പ്രോബ്ലത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കൂ സർ, പ്ലീസ് സർ. ബട്ട് ഒരു 10 ദിവസം ഞാൻ പറയുന്ന ആൾക്ക് മാനസിക ചികിത്സ നൽകണം. സാർ, ബട്ട് ഐ ആം നോട്ട് എ സൈക്യാട്രിസ്റ്റ്. സാരമില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇതെന്റെ വിസിറ്റിംഗ് കാർഡാ. എത്രയും പെട്ടെന്ന് എന്നെ വന്നൊന്ന് കാണൂ. മാഡം, എല്ലാം റെഡിയാണ്. പ്ലീസ് കം. ഗുരുജി, ഇത്രയും സ്റ്റാറ്റസ് ഉണ്ടായിട്ടും നിങ്ങളെന്താ കല്യാണം കഴിക്കാത്തത്? നിങ്ങൾക്ക് ലവ് സ്റ്റോറി ഉണ്ടല്ലേ, അതോ ഫെയിലിയറോ? അതൊന്നുമല്ല. അപ്പൊ എന്തോ ഉണ്ട്. ഇപ്പൊ പറഞ്ഞേ പറ്റൂ. ഒന്ന് പറയൂ ഗുരുജി. ഇപ്പൊ അതൊക്കെ എന്തിനാടാ? നീ പോയി ഫ്രഷ് ആകും. ആയിക്കോട്ടെ. Its total planning is രാജു. അത് ഇവിടെ കോൺസെൻട്രേഷൻ ഇപ്പൊ വേണ്ടത് ഇവിടെയാ. ഓക്കെ ഓക്കെ സാർ. സർ, കോഫി. റിയ എവിടെയാ ഉള്ളത്? മോളിലുണ്ട് സർ. ഒന്ന് റിയ വിളിക്ക്. ഓക്കെ സർ. റിയ, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നീയും രാജുവും ഫ്രണ്ട്സാ അതോ നിങ്ങൾ പ്രണയത്തിലാണോ? രാജുവിനെ പറ്റി എത്ര പറഞ്ഞാലും മതിയാവില്ല സർ. മൈ ബെസ്റ്റ് പാർട്ട്ണർ. ഫസ്റ്റ് ടൈം അവൻ എൻ്റെ ലൈഫിലേക്ക് വന്നപ്പോൾ രാജുവിൻ്റെ കണ്ണുകളിൽ സ്നേഹം ഉണ്ടായിരുന്നു. അവൻ്റെ സ്നേഹത്തിൽ സത്യമുണ്ട്. അതാണ് എനിക്കിഷ്ടം. നോക്ക് റിയ, നിങ്ങളുടെ പ്രണയം സത്യമാണെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. പക്ഷേ ലൈഫ് സെറ്റിലാകണമെങ്കിൽ ഒരു ലക്ഷ്യമുണ്ടാകണം. പക്ഷെ രാജുവിന് അങ്ങനെയൊന്നുമില്ല. രാജു വിചാരിച്ച എന്തും സാധിക്കും സർ. പക്ഷേ വിജയം നേടണമെങ്കിൽ ലക്ഷ്യം മാത്രം പോരാ, ഏകാഗ്രതയും ആവശ്യമാണ്. നിനക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിളിച്ചോ മാഡം? ഒരു കോഫി ഇട്ട് തരാവോ? ശരി മാഡം.
ഉം. ഹായ് ഡാർലിംഗ്. ഹായ്ഡാ. എന്താ ഡള്ളായിരിക്കുന്നേ? അങ്ങനൊന്നുമില്ല. പെണ്ണുങ്ങൾ എന്തെങ്കിലും ഇല്ലെന്ന് പറഞ്ഞ ഉണ്ടെന്ന അർത്ഥം. എന്താന്ന് പറ. നമുക്ക് കല്യാണം കഴിച്ചാലോ? കല്യാണം കഴിക്കണമെങ്കിൽ ആദ്യം നമ്മൾ സെറ്റിൽ ആവണം. അതിന് കുറച്ച് സമയമുണ്ട്. ഗുരുജി ഒരു നിധി അന്വേഷണത്തില. ആ നിധി നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെറ്റിലാ. ഞാനും വരാം. ഞങ്ങൾ പോകുന്ന സ്ഥലം അത്ര സേഫ് അല്ല. അതൊരുപാട് റിസ്ക് ഉള്ള ജോലിയാണ് റിയ. അത്രയ്ക്ക് റിസ്ക് ആണെങ്കിൽ നീയും പോണ്ട പ്ലീസ്. ബട്ട് നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ നമ്മുടെ കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യേ. നീ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഞാൻ കല്യാണ ചെക്കനെ നിന്റെ മുന്നിൽ വരും. ഐ ലവ് യു രാജു. ലവ് യു റിയ. ശരി, ഓക്കെ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം ഡാർലിംഗ്, മൈ സ്വീറ്റ് ഹാർട്ട്. ഹായ് റിയ. രാജു, എന്തു പറ്റി അവൾ അങ്ങനെ പോകുന്നു? ഒന്നുമില്ല ഗുരുജി, അവളുടെ അച്ഛന് കുറച്ച് സീരിയസാ, അതുകൊണ്ട് പോകുന്നതാ.